Hi students, welcome to the class. അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് ദ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഷോൺ ഇൻ അഡ്ജോയിനിങ് ഫിഗർ ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് ഈ രണ്ട് പോയിൻറ്റിനിടയ്ക്ക് സീരീസ് ആണ്. അതുപോലെ ഈ റെസിസ്റ്റേഴ്സും സീരീസ് ആണ്. അവർ രണ്ടുപേരും പാരലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം വരും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു, അതായത് ഈ രണ്ട് പോയിൻറ്റുകൾക്ക് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റും സി എന്ന് പറയുന്ന പോയിൻറ്റിനും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R AC എന്ന് പറയുന്നത് 1/6 + 1/6 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. ദാറ്റ് മീൻസ് RAC ഈസ് ഈക്വൽ ടു 3 ഓം ആണ്. അതുപോലെ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ഓം വരും. ഇതിനും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസും 3 ഓം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നെറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതുകൊണ്ട് 3 + 3 + 3 9 ഓം എന്നാണ് കിട്ടുക. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 9 ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻ ദ ഹിസ്റ്ററിസിസ് സൈക്കിൾ the value of H needed to make the intensity of magnetization 0. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതായത് റീറ്റെയിൻ ചെയ്ത മാഗ്നറ്റൈസേഷൻ 0യിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോയേസീവ് ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ടൈം കർവ് ഓഫ് എ റെക്ടിഫയർ ഈസ് ഷോൺ ഇൻ ഫിഗർ. ദ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് ഇൻ ദ കേസീസ്. അത് നമുക്കറിയാം, റെക്ടിഫയറിൻ്റെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് കറണ്ടിൻ്റെ വാല്യൂ, ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? 2I0/π ആണ്. അത് നമ്മൾ തിയറിയിൽ പഠിക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ദ മാക്സിമം വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ എമിറ്റഡ് ബൈ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ മെറ്റൽ ഓഫ് വർക്ക് ഫംഗ്ഷൻ φ ഈസ്. അപ്പോൾ നമുക്കറിയാം hν ഈസ് ഈക്വൽ ടു hν0 + ½ mv² ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ½ mv² ആണ്. അപ്പോൾ hν0 ആണ് നമ്മൾ φ എന്ന് എഴുതുന്നത്. സോ hν ഈസ് ഈക്വൽ ടു φ + ½ mv². അപ്പോൾ നമുക്ക് ½ mv² ഈസ് ഈക്വൽ ടു hν - φ എന്ന് വരും, വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ നിന്ന് v² ഈസ് ഈക്വൽ ടു 2 × hν - φ / m എന്ന് വരും. ദാറ്റ് മീൻസ് 2 × hc/λ - φ / m which is equal to 2 × hc - φ × λ / mλ. Therefore, V is equal to 2 × hc - λ φ / mλ the whole raised to 1/2. So, answer 2 × hc - λ φ / mλ the whole raised to 1/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ദ കർവ്സ് എ ബി, അതായത് 1, 2, 3 and 4 ഷോ ദ വേരിയേഷൻ ബിറ്റ്വീൻ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഐ അറ്റ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ലൈറ്റ് I1 > I2 ഇൻ വിച്ച് ഫിഗർ ഇസ് ദ കറക്റ്റ് വേരിയേഷൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി I1 I2 ആണെന്നുള്ള കണ്ടീഷൻ, അതായത് തന്നിട്ടുണ്ട്. I1 > I2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേരിയേഷൻ ബിറ്റ്വീൻ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആണ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ വരത്തില്ല, കാരണം ഇൻറ്റൻസിറ്റി മാറിയാലും ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ കേസ് ഒരേപോലെ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ആൻസർ ഏതായിരിക്കണം? ഓപ്ഷൻ 2 ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, ഇഫ് ദ ഡീകേ ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് ലാംഡ, ദെൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് ആൻഡ് മീൻ ലൈഫ്. ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു 0.693 അതായത് T½ ഈസ് ഈക്വൽ ടു 0.693 / λ ആണ്. 0.693 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 2 ആണ്. സോ log 2/λ. അപ്പോൾ log 2 അതായത് നാച്ചുറൽ ലോഗരിതമാണ്, അതായത് ഇ ബേസ്ഡ് ലോഗരിതമാണ്. ദാറ്റ് മീൻസ് log e to the base / λ. ഓക്കെ, പിന്നെ മീൻ ടൈം എന്ന് പറയുന്നത്, അതായത് മീൻ ലൈഫ് എന്ന് പറയുന്നത് τ ഈസ് ഈക്വൽ ടു 1/λ ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, log 2/λ × λ ആൻഡ് 1/λ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, ക്യൂരി ഈസ് എ യൂണിറ്റ് ഓഫ്, അറിയാം, റേഡിയോ ആക്ടിവിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഹെവിലി ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻസ് ഓഫ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആർ റെസ്പെക്റ്റീവ്ലി. അതായത് ഹെവിലി
ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻസ് ഓഫ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഹെവിലി ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എമിറ്റർ ആൻഡ് ബേസ് ആയിരിക്കും. ഓക്കെ, അതായത് ഹെവിലി ഡോപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എമിറ്ററും ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസും ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ പ്രോസസ് ഓഫ് സൂപ്പർ ഇമ്പോസിങ് സിഗ്നൽ ഫ്രീക്വൻസി ഓൺ ദ കാരിയർ വേവ്. നിങ്ങൾക്കറിയാം അത് മോഡുലേഷൻ്റെ ഡെഫിനിഷനാണ് അല്ലേ. അതായത് ഏത് വേവ് സിഗ്നലിനെയാണോ സിഗ്നൽ ഫ്രീക്വൻസി ആണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അതിനെ കാരിയർ വേവിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. If an object is placed 10 cm in front of a concave mirror of focal length 20 cm, the image will be. അതായത് കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കസിനും പോളിനും ഇടയ്ക്ക്, അതായത് മിററിൻ്റെ പോളിനും ഫോക്കസിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമേജ് എന്തായിരിക്കണം? വിർച്വൽ ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, എൻലാർജ്ഡ് ആയിരിക്കണം. സോ ആൻസർ ഓപ്ഷൻ 2, എൻലാർജ്ഡ്, അപ്രൈറ്റ്, വിർച്വൽ. Next question number 11. Velocity of light in a medium is 1.5 into 10 raised to 8 meter per second. Its refractive index will be. Refractive index n is equal to c by v ആണ്. സിയുടെ വാല്യൂ 3 into 10 raised to 8 ആണ്. വിയുടെ വാല്യൂ ഒരു 1.5 into 10 raised to 8 എന്ന് തന്നിട്ടുണ്ട്. സോ n is equal to 2 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. In Young's double slit experiment, when two light waves from third minimum they have, അതായത് ഫേസ് ഡിഫറൻസ് ഓഫ് 3 pi, phase difference of 5 pi by 2, path difference of 3 lambda, path difference of 5 lambda by 2. അപ്പോൾ ഇത് തേർഡ് മിനിമം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n - 1 ഇൻറ്റു ലാംഡ ബൈ 2 ആണെന്നറിയാം. ദാറ്റ് മീൻസ് 2 × 3 - 1 ഇൻറ്റു ലാംഡ ബൈ 2. ദാറ്റ് മീൻസ് 5 ലാംഡ ബൈ 2. അപ്പോൾ പാത്ത് ഡിഫറൻസ് 5 ലാംഡ ബൈ 2 ആണ്. അതുകൊണ്ട് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ 5 ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, സോറി, പാത്ത് ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ലാംഡ ബൈ 2. സോ ലാംഡ ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു, 5 അപ്പോൾ കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് 5 ലാംഡ ബൈ 2 ഫേസ് ഡിഫറൻസ് 5 ആണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് 5 ലാംഡ ബൈ 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, ഫേസ് ഡിഫറൻസ് കറക്റ്റ് അല്ല, ഫേസ് ഡിഫറൻസ് 5 ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഈസ് 30 വാട്ട്സ്. ദ വാല്യൂ ഓഫ് ആർ ഈസ്. അപ്പോൾ ഇവിടെ ഒരു 10 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും ഈ 6 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസിപ്പേറ്റ് ചെയ്ത പവറിൻ്റെ വാല്യൂ 30 വാട്ട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പവർ പി ഈസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആയിട്ടൊരു പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് v² ഡിവൈഡഡ് ബൈ r ആണ്. v² എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടുത്തെ വാല്യൂ v² 100² ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 5 പ്ലസ് ഇവിടുത്തെ ഇതിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് v² ഡിവൈഡഡ് ബൈ r വരും. അതായത് 10² ഡിവൈഡഡ് ബൈ r, അതായത് 100 ഡിവൈഡഡ് ബൈ r വരും. അപ്പോൾ നിങ്ങൾക്ക് 30 ഈസ് ഈക്വൽ ടു 100 കോമൺ ആയിട്ട് പുറത്തോട്ട് എഴുതാം. 1/5 പ്ലസ് 1/r എന്ന് വരും. സോ ഇവിടെ നിന്ന് നമുക്ക് 30 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 5 + r ഡിവൈഡഡ് ബൈ 5r. ഇതിങ്ങോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 150r ഈസ് ഈക്വൽ ടു 500 പ്ലസ് 100r. സോ 50r ഈസ് ഈക്വൽ ടു 500. സോ r ഈസ് ഈക്വൽ ടു 500 by 50 which is equal to 10 ohm. So answer option 3 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. 2 ideal diodes are connected to a battery as shown in circuit. The current supplied by the batteries. അപ്പോൾ ഇവിടെ നിന്ന് 5 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഡയോഡ് D1 ഇത് ഡയോഡ് D2 ആണെന്ന് വിചാരിച്ചോ. D1 എന്ന് പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവിനോടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് എടുക്കാം. കാരണം റിവേഴ്സ് ബയാസ്ഡ് കറണ്ട് നെഗ്ലജിബിളി സ്മോൾ ആണ്. പക്ഷേ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ കറണ്ട് ഇത് വഴിയാണ് പോകുന്നത്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 10 ohm വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 0.5 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. When a biconvex lens of glass having refractive index 1.47 is dipped in a liquid, it acts as a plain sheet of glass.
ദിസ് ഇംപ്ലൈസ് ദാറ്റ് ലിക്വിഡ് മസ്റ്റ് ഹാവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്. അപ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് പോലെ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇമേഴ്സ് ചെയ്ത ആളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആയിരിക്കണം. സോ ഈക്വൽ ടു ദാറ്റ് ഓഫ് ഗ്ലാസ്. അപ്പോൾ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആകുമ്പോഴാണ് അതൊരു ഗ്ലാസ് പ്ലേറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് question number 16. A millivoltmeter of 25 millivolt range is to be converted into an ammeter of 25 ampere range. The value of necessary shunt will be. അപ്പോൾ ഷണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഐ ജി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ്. അപ്പോൾ ഈ ഐ ജി ഇൻറ്റു ഐ ജി എന്ന് പറയുന്നത് 25 ഇൻറ്റു 10⁻³ മില്ലി വോൾട്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ വാല്യൂ 25, റേഞ്ച് ഐ ജി നെഗ്ലജിബിളി സ്മോൾ ആയിരിക്കും, അതുകൊണ്ട് നമുക്കത് നെഗ്ലക്ട് ചെയ്ത് കളയാം. എസ്, സോ 25 കട്ട് ചെയ്ത് പോകും. എസ് ഈസ് ഈക്വൽ ടു 0.001 ഓം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ നിയർലി എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ഐ ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, സോ ഐ ജി നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, 0.001 ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോജിക് ഗേറ്റ് ഷോൺ ബിലോ വിൽ ഹാവ് ആൻ ഔട്ട്പുട്ട് ഓഫ് 1? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും 1 ആണ്. ആൻഡ് ഗേറ്റ് പിന്നെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ രണ്ടും 1 ആയാൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 വരും. പക്ഷേ ഫ്രണ്ടിലുള്ള നെറ്റ് ഗേറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ 0 കിട്ടും. ഇനി 0യും 1ഉം ഇത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ രണ്ട് ഓർ ഗേറ്റ്, അതായത് ഓർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയാൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതായത് 0യും 1ഉം വന്നാൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ 1 വരും. പക്ഷേ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് വന്നതുകൊണ്ട് 0 കിട്ടും. ഇവിടെയാണെങ്കിൽ 0യും 1ഉം വന്നിട്ട് ആൻഡ് ഗേറ്റാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വന്നേ പറ്റത്തുള്ളൂ? 0 വരത്തുള്ളൂ. കാരണം 1 വരത്തില്ല. രണ്ടും 1 വന്നാൽ മാത്രമേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4 ആണ്, നൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. 3 capacitors, each of capacitance C and of breakdown voltage V are joined in series. The capacitance and breakdown voltage of the combination will be. ഓക്കെ, അതായത് കപ്പാസിറ്റേഴ്സ് എല്ലാവരും സി ആണ്, അവർക്ക് അക്രോസ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വി ആണ്. അപ്പോൾ അവർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് എല്ലാ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ സമ്മായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 3V ആണ്. ഇനി കപ്പാസിറ്റൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ 1/C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/C + 1/C + 1/C, കാരണം അവർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ 3/C, that means C effective is equal to C/3. So answer option 4 ആണ്, C/3, 3V. Next question number 19. The dimensions of B² divided by 2μ0. B magnetic induction, μ0 permeability of free space ആണ്. അപ്പോൾ നമുക്ക് ബിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ B is equal to F/QV ചെയ്താൽ മതി. അപ്പോൾ എഫിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, mL(T⁻²) ഡിവൈഡഡ് ബൈ ചാർജ് A/T, വെലോസിറ്റി LT⁻1. ഓക്കെ, അതായത് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഞാൻ കണ്ടീഷൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ L ക്യാൻസൽ ചെയ്ത് പോവും, ടിയും T⁻1 ക്യാൻസൽ ആയി പോകും. സോ mT⁻², A⁻1. ഇതാണ് ബിയുടെ ഡയമെൻഷൻ. ഇനി μ0യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ μ0 ഈസ് ഈക്വൽ ടു, μ0യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ μ0 ഈസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ NI ചെയ്താൽ മതിയല്ലോ. കാരണം സോളിനോയിഡിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി B ഈസ് ഈക്വൽ ടു μ0 NI ആണ്. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, mT⁻², A⁻1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് L⁻1 വരും, ഇൻറ്റു കറണ്ട് A വരും. അപ്പോൾ ഇതങ്ങ് ന്യൂമറേറ്ററിൽ പോയാൽ mLT⁻², A⁻2, ഇതാണ് μ0. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് B²/2μ, അതായത് μ0, B²/2μ0യുടെ ഡയമെൻഷനാണ്. അപ്പോൾ B²ൻ്റെ ഡയമെൻഷൻ m² T⁻⁴ A⁻2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡയമെൻഷൻ μ0യുടെ ഡയമെൻഷൻ mLT⁻², A⁻2, A⁻2 ക്യാൻസൽ ആയി പോകും. T⁻2, T⁻⁴ കട്ട് ചെയ്ത് ഇവിടെ ഒരു T⁻2 കിട്ടും. പിന്നെ എമ്മും കട്ട് ചെയ്ത് പോയി, L ന്യൂമറേറ്റർ വരും. സോ mL⁻1, T⁻2. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, mL⁻1, T⁻2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ ബൈ എ പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആൻഡ് സപ്പോസിങ് ദ ആംഗിൾ ഓഫ് പ്രിസം A to B small ക്യാൻ ബി ഗിവൺ ബൈ. അറിയാം, സ്മോൾ ആംഗിളിൽ പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു μ - 1 × A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21.
in the following circuit shown in figure, what will be the reading of voltmeter and ammeter? അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ അമ്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ വി എല്ലും വി സിയും സെയിം ആണെന്നാണ് ക്വസ്റ്റിന് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും സെയിം ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ വി എൽ ഈസിക്കൽ ടു വി സി ആണ്. അപ്പോൾ വി എൽ ഈസിക്കൽ ടു വി സി ആണെങ്കിൽ ഇവർ റെസൊണൻസിലാണ്. അപ്പോൾ റെസൊണൻസിലാണെങ്കിൽ എക്സ് എൽ ഈസിക്കൽ ടു എക്സ് സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആറിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇമ്പിഡൻസ് റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് എല്ലും എക്സ് സിയും സെയിം ആയതുകൊണ്ട് ഇസഡ് ഈസിക്കൽ ടു ആർ വരും. അപ്പോൾ ഇസഡ് ഈസിക്കൽ ടു ആർ ആണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഡിവൈഡഡ് ബൈ ഇസഡ്. വിയുടെ വാല്യൂ എത്രയാണ്? 220 ഡിവൈഡഡ് ബൈ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 2.2 ആംപിയർ. ഓക്കെ, അപ്പോൾ റെസൊണൻസിലായതുകൊണ്ട് പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 220 വോൾട്ട് തന്നെയായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. 220 വോൾട്ട് 2.2 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. When electron jumps from 4th orbit to the 2nd orbit, one gets, അത് നിങ്ങൾക്കറിയാം, ഇത് n ഈസിക്കൽ ടു 1, n ഈസിക്കൽ ടു 2, n ഈസിക്കൽ ടു 3, n ഈസിക്കൽ ടു 4. അപ്പോൾ ഈ മുകളിൽ 3യിൽ നിന്ന് 2യിലോട്ടും 4ൽ നിന്ന് 2യിലോട്ടും ഒക്കെ നടക്കുന്നത് എന്ത് തന്നെയാണ്? ബാമർ സീരീസ് ആണ്. അപ്പോൾ ബാമർ സീരീസിലെ സെക്കൻഡ് ലൈനാണ്. സോ സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? നമുക്കറിയാം കാഥോഡ് റേസ് അവരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലാത്തത്. ബാക്കിയുള്ളവരെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എക്സ്റേ, ഗാമ റേ, ഇൻഫ്രാറെഡ് റേസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. A transistor connected in CE configuration has input resistance 2 kilo ohm and load resistance 5 kilo ohm. The voltage gain and power gain. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു കറണ്ട് ഗെയിൻ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ ആണ്. കറണ്ട് ഗെയിൻ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ ആണ്. അപ്പോൾ കറണ്ട് ഗെയിൻ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുമ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ, ഓക്കെ, ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുന്നത് ആർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആർ ഇൻപുട്ട്, റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇൻപുട്ട്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എത്രയാണ്? 60 ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? 5 കിലോ ഓം, ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 ഓം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് 150 എന്ന് കിട്ടും. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 150 ആണ്. ഇനി പവർ ഗെയിൻ, അപ്പോൾ പവർ ഗെയിൻ എന്ന് പറയുന്നത് ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ, കാരണം വോൾട്ടേജ് ഗെയിനും ഉണ്ട് കറണ്ട് ഗെയിനും ഉണ്ട്. അതുകൊണ്ട് പവർ ഗെയിൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറണ്ട് ഗെയിൻ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? നമുക്കിപ്പോൾ കിട്ടി 150. കറണ്ട് ഗെയിൻ എത്രയാണ്? 60. സോ 9000. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. 150 ആൻഡ് 9000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. In series resonant LCR circuit, the voltage across R is 100 volt and R is equal to 1 kilo ohm with C is equal to 2 microfarad. The resonant frequency omega is 200 radian per second. At resonance, the voltage across L. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് 100 വോൾട്ടും അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 കിലോ ഓം ആണ്. അപ്പോൾ വോൾട്ടേജ് അറിയാവുന്നതുകൊണ്ട് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ആംപിയർ. ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെസൊണൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 200 റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/c ഒമേഗ. ദാറ്റ് മീൻസ് 1/cയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 2 മൈക്രോഫാരഡ്. അപ്പോൾ 2 × 10⁻⁻6 ഇൻറ്റു ഒമേഗ 200. അപ്പോൾ നമുക്ക് ഈ 10⁻6 ന്യൂമറേറ്റർ പോവും, ഡിവൈഡഡ് ബൈ 400 വരും. സോ ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10⁻4 വരും. ദാറ്റ് മീൻസ് 10⁻4/4 വിച്ച് ഈസ് ഈക്വൽ ടു 2500 ഓം. 2500 ഓം കിട്ടും. അങ്ങനെയാണെങ്കിൽ റെസൊണൻസിൽ വോൾട്ടേജ് അക്രോസ് എല്ലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വി എൽ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു എക്സ് എൽ. കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1/10. എക്സ് എല്ലിൻ്റെ വാല്യൂ 2500 ഓം. ദാറ്റ് മീൻസ് 250 വോൾട്ട്. സോ ആൻസർ ഓപ്ഷൻ 3, 250 വോൾട്ട്. Next question number 26.
two concentric coils each of radius equal to 2 pi centimeter are placed at right angles to each other. 3A and 4A are the currents flowing in each coil respectively. The magnetic induction in Weber per meter square at the center of the coils will be. അപ്പോൾ ഒരു കോയിൽ ഇങ്ങനെയും ഒരു കോയിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി വരുമ്പോൾ ഒന്ന് ഈ ഡയറക്ഷനിലേക്കും വരാം, അതല്ലെങ്കിൽ ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് ഒന്ന് താഴേക്കും വരാം. എന്തായാലും ഫീൽഡ് ഇൻറ്റൻസിറ്റികൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് കോയിലും ഇത് സെക്കൻഡ് കോയിലും ആണെങ്കിൽ ഫസ്റ്റ് കോയിലിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി B1, സെക്കൻഡ് കോയിലിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി B2. അപ്പോൾ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി B എന്ന് പറയുന്നത് √B1² പ്ലസ് B2² ആണ്. ദാറ്റ് മീൻസ് √μ0I അതായത് I1 ഡിവൈഡഡ് ബൈ 2R1 2R ഡിവൈഡഡ് ബൈ അതായത് 2R ദ ഹോൾ സ്ക്വയർ പ്ലസ് μ0I2 ഡിവൈഡഡ് ബൈ 2R ദ ഹോൾ സ്ക്വയർ. കാരണം രണ്ടുപേരുടെ റേഡിയസിൻ്റെ വാല്യൂ സെയിം ആണ്, കറണ്ട് മാത്രമാണ് ഡിഫറൻറ്റ്. അപ്പോൾ നമുക്ക് ഈ μ0 ഡിവൈഡഡ് ബൈ 2R കോമൺ ആയിട്ട് പുറത്തെഴുതാം. റൂട്ടിനകത്ത് I1² പ്ലസ് I2² വരും. സോ μ0 എന്ന് പറയുന്നത് 4 pi × 10⁻⁻7 ആണ്, ഡിവൈഡഡ് ബൈ 2 × 2 pi × 10⁻⁻2 സെൻറ്റിമീറ്റർ ഇൻറ്റു √3² പ്ലസ് 4². അപ്പോൾ ഇവിടെ നിന്ന് 4 pi കട്ട് ചെയ്ത് പോവും. 10⁻⁻5 × 5. സോ ആൻസർ 5 × 10⁻⁻5 ടെസ്ല. ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. A long solenoid has 200 turns per centimeter and carries a current I. The magnetic field at its center is 6.28 × 10⁻⁻2 Weber per meter square. Another long solenoid has 100 turns per centimeter and it carries a current I/3. The value of magnetic field at the center. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B = μ0Ni. ഇതാണ് സോളിനോയിഡിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ B1/B2 എന്ന് പറയുന്നത് N1 ഡിവൈഡഡ് ബൈ N2 ഇൻറ്റു I1 ഡിവൈഡഡ് ബൈ I2 ആണ്. കാരണം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കറണ്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് N1 200, നമ്പർ ഓഫ് ടേൺസ് പെർ സെൻറ്റിമീറ്റർ N2 100 ഇൻറ്റു ഇനിഷ്യൽ കറണ്ട് I ആണെങ്കിൽ രണ്ടാമത്തെ കറണ്ട് I/3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 6 എന്ന് വരും. അപ്പോൾ B2 എന്ന് പറയുന്നത് B1 ഡിവൈഡഡ് ബൈ 6 ആണ്. B1ൻ്റെ വാല്യൂ 6.28 × 10⁻⁻2 ആണ്, ഡിവൈഡഡ് ബൈ 6 അല്ലേ. 6.28 × 10⁻2 ഡിവൈഡഡ് ബൈ 6. സോ ആൻസർ 1.05 × 10⁻2 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. The coefficient of mutual inductance of two coils A and B is 3 mH and their respective resistances are 10 ohm and 4 ohm. How much current should change in 0.02 second in the circuit A? So the induced current in B should be 0.006 ampere. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിൽസ് എ ആൻഡ് ബി ഈസ് 3 mH. രണ്ടുപേരുടെയും കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം ആണ്. അവരുടെ റെസിസ്റ്റൻസ് 10 ohms 4 ohms ആണ്. ഹൗ മച്ച് ഷുഡ് ചേഞ്ച് ഇൻ 0.02 സെക്കൻഡ്? ഹൗ മച്ച് കറണ്ട് ഷുഡ് ചേഞ്ച് ഇൻ 0.02 സെക്കൻഡ് ഇൻ ദ സർക്യൂട്ട് എ സോ ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ബി ഷുഡ് ബി 0.006 A. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ബിയിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ വാല്യൂ 0.006 ആംപിയർ ആകാൻ എയിലെ കറണ്ടിൻ്റെ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ 0.006 കറണ്ട് ബിയിലൂടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ബിയുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് XL. അതെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 4 × 0.006. ഓക്കെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 24 × 10⁻⁻2 അല്ലേ. അതായത് 24 × 10⁻⁻3 6 × 10⁻³ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 24 × 10⁻³ ഇതാണ് അതിൻ്റെ, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കിട്ടും. ഓക്കെ, അതായത് കപ്പാസിറ്റി റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ല, നമ്മൾ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കണ്ടുപിടിക്കും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 4 × അതിനകത്തൂടെ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ 0.006 A ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് അക്രോസ് ബി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF, അതായത് ഇൻഡ്യൂസ്ഡ് EMF ഇൻ
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 മില്ലി ഹെൻറി. അപ്പോൾ 3 × 10⁻³ ഇൻറ്റു കറണ്ട് ഡി ഐ 0.02 സെക്കൻഡ് ആണല്ലോ ടൈം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 24 × 10⁻³ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഡി ഐ ഈസ് ഈക്വൽ ടു 24 × 10⁻³ ഇൻറ്റു 0.02 ഡിവൈഡഡ് ബൈ 3 × 10⁻³. സോ 10⁻³ 10⁻³ ക്യാൻസൽ ആയി പോകും. 24 8 ഓക്കെ. സോ 0.16. സോ 0.16 ആംപിയർ കറണ്ട് എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. A prism is made up of material of refractive index √3. The angle of prism is A. If the angle of minimum deviation is equal to angle of the prism, then the value of A is. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ മിനിമം ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. വാല്യൂ സൈൻ ഓഫ് എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് √3 ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഓക്കെ, ദാറ്റ് മീൻസ് 2 സൈൻ എ ബൈ 2 കോസ് എ ബൈ 2 ബൈ സൈൻ എ ബൈ 2. അപ്പോൾ നമുക്ക് സൈൻ എ ബൈ 2 സൈൻ എ ബൈ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ √3 ഈസ് ഈക്വൽ ടു 2 സൈൻ എ ബൈ 2 2 കോസ് എ ബൈ 2. അപ്പോൾ കോസ് എ ബൈ 2 ഈസ് ഈക്വൽ ടു √3 ബൈ 2 വിച്ച് ഇംപ്ലൈസ് എ ബൈ 2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. Next question number 30. A telescope has an objective of focal length 50 cm and an eyepiece of focal length 5 cm. The least distance of distant vision is 25 cm. The telescope is focused for distant vision on a scale of 200 cm away. The separation between the objective and eye lens, അതായത് eyepiece is. അപ്പോൾ നമുക്ക് 1/VO minus 1/UO is equal to 1/FO ആണല്ലോ. അപ്പോൾ 1/VO മൈനസ് 1/UO, അതായത് 200 സെൻറ്റിമീറ്റർ ദൂരെയുള്ള സ്കെയിലിനല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 200 ഈസ് ഈക്വൽ ടു 1/FO. എഫോയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫോയുടെ വാല്യൂ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 50 സെൻറ്റിമീറ്റർ. സോ 1/50. അപ്പോൾ നമുക്കിവിടെ നിന്ന് 1/VO ഈസ് ഈക്വൽ ടു 1/50 മൈനസ് 1/200 എന്ന് വരും. ദാറ്റ് മീൻസ് 150 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 200 വിച്ച് ഈസ് ഈക്വൽ ടു 3/200. സോ VO ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 66.66 സെൻറ്റിമീറ്റർ. ഓക്കെ, ആണെങ്കിൽ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് ഓഫ് ദ ട്യൂബ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ ട്യൂബാണ്. ലെങ്ത് ഓഫ് ദ ട്യൂബ് എന്ന് പറയുന്നത് VO പ്ലസ് FE ആണ്. ദാറ്റ് മീൻസ് 66.66 plus 5, that means 71.66 centimeter. So nearly 72 centimeter. Answer option 3 ആണ്. Next question number 31. The circuit shown here is logically equivalent to. ഇപ്പോൾ ലോജിക്കലി ഈക്വലൻ്റ് ടു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അതായത് രണ്ടിനും 0 കൊടുക്കുന്നു. രണ്ടിനും 0 കൊടുത്തു കഴിഞ്ഞാൽ ഓർ ഗേറ്റിന് പുറത്ത് വരുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ നോട്ട് ഗേറ്റിന് പുറത്ത് വരുന്നത് 1 വരും. അതായത് ഈ നോർ ഗേറ്റിന് പുറത്ത് വരുന്നത് 1 ആണ്. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും 1 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 വരും, ഇതിൻ്റെ പുറത്ത് വരുമ്പോഴത്തേക്ക് 0 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി ഔട്ട്പുട്ട് A0 B0, അപ്പോൾ ഔട്ട്പുട്ട് 0 വന്നു. ഓക്കെ, ഇനി നമ്മൾ 1ഉം 0യും കൊടുക്കുന്നു എന്ന് കരുതാം. അപ്പോൾ ഇത് 1ഉം 0യും കൊടുത്താൽ ഇതിന് പുറത്ത് 1 വരത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? 0 വരും. ഇത് രണ്ടും 0 ആവും. രണ്ടും 0 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് 0 വരും, ഇത് 1 ആവും. അപ്പോൾ നമ്മൾ 1ഉം 0യും കൊടുത്തപ്പോൾ 1 കിട്ടി. ഇനി 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാലും സെയിം റിസൾട്ട് തന്നെയാണ്. ഇനി രണ്ടും 1 കൊടുക്കുന്നു എന്ന് കരുതാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? 1, അതായത് 0 വരും. അപ്പോൾ ഇത് രണ്ടും 0 ആവും.
ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ 1ഉം 1ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. സോ ഇത് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടിയേക്കുന്നത്. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 ആണ്, ഓർ ഗേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. The rate of disintegration of a radioactive sample can be increased by. Okay, it is not possible. കാരണം നാച്ചുറൽ പ്രോസസ്സാണ്, സ്പോണ്ടേനിയസ് എമിഷനാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂട്ടിയോണ്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്തിയതുകൊണ്ടോ ടെമ്പറേച്ചർ വേരി ചെയ്യിച്ചുകൊണ്ടോ ഒന്നും ഡിസിൻറ്റഗ്രേഷൻ റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. A lens has a power of 10 diopter when placed in air. When it is immersed in water, the change in power is. ഓക്കെ, അപ്പോൾ ലെൻസിൻ്റെ പവർ P = 10 diopter ആണ് എയറിൽ പ്ലേസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഇൻ പവർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് റെസിപ്രോക്കൽ, അതായത് ഫോക്കൽ ലെങ്ത് 1/f = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്. അത് 1 ആണല്ലോ, നമുക്കറിയാം. μl - 1 × 1/r1 - 1/r2. ഇതാണ് എയറിൽ പ്ലേസ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ. ഇനി റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ μ ഓഫ് ലെൻസ് ബൈ μ ഓഫ് വാട്ടർ -1 × 1/r1 - 1/r2 വരും. അപ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് വാട്ടർ ന്യൂമറേറ്ററിൽ പോയി. അതായത് ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ എഫ് വാട്ടർ ന്യൂമറേറ്ററിൽ പോവും, എഫ് എയർ ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് μ ഓഫ് ലെൻസ് -1 ഡിവൈഡഡ് ബൈ μ ഓഫ് ലെൻസ് ബൈ μ ഓഫ് വാട്ടർ -1 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ, അതായത് ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ എയറിലുള്ള പവർ നമുക്കറിയാം 1/10 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എഫ് എയർ എന്ന് പറയുമ്പോഴത്തേക്ക് 1/f എയർ എന്ന് പറയുമ്പോഴത്തേക്ക് 10 വരും. സോ 10 × എഫ് വാട്ടർ = μ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 3/2 ആണ്, -1 കാരണം 1.5 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3/2 ഡിവൈഡഡ് ബൈ μ ഓഫ് വാട്ടർ 4/3 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 3 -1. ദാറ്റ് മീൻസ് 10 × ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ = ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3/2 - 1 1/2 കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ ആണെങ്കിൽ 9/8 എന്നാണ് വരിക. 9/8 - 1 എന്ന് പറയുമ്പോഴത്തേക്ക് 9/8 - 1 which is equal to 1/8. അപ്പോൾ നമുക്ക് 1/2 × 8 which is equal to 4 എന്ന് വരും. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ = 4 ഡിവൈഡഡ് ബൈ 10 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ = 4 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ 1/f വാട്ടർ എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 4 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 2.5 ഡയോപ്റ്റർ എന്ന് വരും. സോ ചേഞ്ച് ഇൻ പവർ എന്ന് പറയുന്നത് 7.5 ഡയോപ്റ്റർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പവർ. സോ 7.5 ഡയോപ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. Figure shows a small loop carrying current I. The curved portion is an arc of a circle of radius r and the straight portion is a chord to the same circle subtending an angle theta. The magnetic induction at center O. അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് പാർട്ട് വരുന്നുണ്ട്, അതിനകത്തോട് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, പിന്നെ ഇങ്ങനെ ഒരു കറണ്ട്, അതായത് കറണ്ട് I ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ഒരു സർക്കിളിൻ്റെ പാർട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് O. അപ്പോൾ ഈ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് Oയിൽ ഈ കർവ്ഡ് പാർട്ട് മേക്ക് ചെയ്യുന്ന, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് അല്ലേ. ഇങ്ങനെയല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുക, ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇതാണെങ്കിൽ ഇൻറ്റു ദ പ്ലെയിൻ ആണ്, കാരണം സ്ട്രെയിറ്റ് വയറിൽ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഇൻറ്റു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ബി ഡ്യൂ ടു ആർക്ക് നമുക്ക് ഇക്വേഷൻ അറിയാം. μ0I/4r, അതായത് 4πr
ഇൻറ്റു തീറ്റ ആണ്. ഓക്കെ, അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ബി ഡ്യൂ ടു സ്ട്രെയിറ്റ് വയർ എന്ന് പറയുന്നത് μ0I/4π ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇത് 6 ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സൈഡ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് കോസ് തീറ്റ, അതായത് കോസ് തീറ്റ ബൈ 2. അപ്പോൾ നിങ്ങൾക്ക് 6 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്നാണ് എക്സ് ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 6 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ഇവിടെ വരും, ഇൻറ്റു 5 1 പ്ലസ് സൈൻ 5 1 പ്ലസ് സൈൻ 5 2, അതായത് സൈൻ തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് μ0I/4πr ഇൻറ്റു ഇവിടെ ഒരു 2 സൈൻ തീറ്റ ബൈ 2ഉം താഴെ ഒരു കോസ് തീറ്റ ബൈ 2ഉം വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടാൻ തീറ്റ ബൈ 2 വരും. ഇത് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ തീറ്റ 180 ഡിഗ്രി ആവുന്നത് വരെ ബി സ്ട്രെയിറ്റ് വയറിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻവേർഡ് ആസ് ലോങ് ആസ് തീറ്റ ഈസ് ലെസ് ദാൻ പൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിംഗ് കപ്പാസിറ്റൻസ് 0.5 മൈക്രോഫാരഡ് ഈസ് ടേക്കൺ. Plates are given charges as shown in figure. When key is open, the energy stored in the capacitor is U1. When key is closed, the energy stored becomes U2. Find U1 by U2. അപ്പോൾ ഇവിടെ ആദ്യം കീ ഓപ്പൺ ആണ്. അപ്പോൾ കീ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ 5 മൈക്രോ കൂളംബ് ചാർജ്, ഇവിടെ 2 മൈക്രോ കൂളംബ് ചാർജും ഉണ്ട്. അപ്പോൾ ഇവിടെ 3 മൈക്രോ കൂളംബ് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു 3 മൈക്രോ കൂളംബ് ഉണ്ടാവും. കാരണം ഇവിടെ ഒരു -1 മൈക്രോ കൂളംബ് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു 1 മൈക്രോ കൂളംബ് ഉണ്ടാവും. ഓക്കെ, കാരണം കപ്പാസിറ്റർ പ്ലേറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യും, ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു പ്ലേറ്റാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 4 മൈക്രോ കൂളംബ് ചാർജാണ്, ഇതാണെങ്കിൽ ടോട്ടൽ 2 മൈക്രോ കൂളംബ് ചാർജാണ്. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് പോലെ ബിഹേവ് ചെയ്യാൻ ഇവിടെ ചാർജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു -1 മൈക്രോ കൂളംബ് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു +1 മൈക്രോ കൂളംബ് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു 3 മൈക്രോ കൂളംബ് ഉണ്ടാവും, ഇവിടെ ഒരു -3 മൈക്രോ കൂളംബ് +3 മൈക്രോ കൂളംബ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നെറ്റ് ചാർജ് 2 മൈക്രോ കൂളംബായി, ഇവിടെ നെറ്റ് ചാർജ് 4 മൈക്രോ കൂളംബായി. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് 0.5 മൈക്രോ ഫാരഡാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് U1 ഈസ് ഈക്വൽ ടു Q²/2C. ദാറ്റ് മീൻസ് Q² എന്ന് പറയുമ്പോൾ 1 മൈക്രോ കൂളംബ് 1 × 10⁻⁶ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 0.5 × 10⁻⁶. അപ്പോൾ നമുക്ക് ഒരു 1 മൈക്രോ ജൂൾ കിട്ടും അല്ലേ. ഇനി U2 ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തതിന് ശേഷമുള്ളതാണ്, അത് ½ CV² ആണ്. അപ്പോൾ ½ × 0.5 × V². V² എന്ന് പറയുമ്പോൾ 2 × സ്ക്വയർ 4. ദാറ്റ് മീൻസ് 1 മൈക്രോ ജൂൾ തന്നെ കിട്ടും. സോ U1/U2 എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ 1, 1:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. How much electric flux will come out through a surface of area vector S is equal to 10J kept in an electrostatic field E is equal to 2I plus 4J plus 3K. അപ്പോൾ നമുക്കറിയാം phi is equal to E dot A ആണ്. ഇയുടെ വാല്യൂ 2I plus 4J plus 3K dot 10 യൂണിറ്റ് വെക്ടർ J. അപ്പോൾ J dot J മാത്രമാണ് 1 ആകുക, ബാക്കിയുള്ളതൊക്കെ 0 ആവും. അപ്പോൾ 10 × 4 40. So 40 units. Answer option 2 ആണ്. Next question number 37. In photoelectric emission, value of K maximum is equal to K0. If frequency of light is doubled, then K maximum is 3K0. If energy is 3 times, then calculate K maximum. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് K maximum എന്ന് പറയുന്നത് hν മൈനസ് φ ആണ്, അതായത് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾക്ക് K0 ഈസ് ഈക്വൽ ടു hν മൈനസ് φ എന്ന് എഴുതാം, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡബിളാക്കി, അപ്പോൾ കൈനറ്റിക് എനർജി K മാക്സിമം 3K0 ആയി. അപ്പോൾ 3K0 ഈസ് ഈക്വൽ ടു hν, അപ്പോൾ അത് ന്യൂ ടോയ്സ് ആക്കി, അപ്പോൾ 2hν മൈനസ് വർക്ക് ഫംഗ്ഷൻ φ, വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ 2K0 ഈസ് ഈക്വൽ ടു 2hν മൈനസ് 2φ, ഇക്വേഷൻ നമ്പർ 3 വരും. ഓക്കെ,
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്ത് കഴിഞ്ഞാൽ K0 = 5 എന്ന് വരും. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ 5 K0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് hν = 2 K0 എന്നല്ലേ കിട്ടുക. അതായത് 5ക്ക് പകരം നമ്മൾ K0 കൊടുത്തു, അപ്പോൾ hν 2 K0 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഫ്രീക്വൻസി 3 ടൈംസ് ആയാൽ K മാക്സിമം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി 3 ടൈംസ് ആയാൽ K മാക്സിമം = 3hν - 5 എന്നാണ് വരുന്നത്. അപ്പോൾ 3 × hν എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 K0 ആണ്. അപ്പോൾ hν 2 K0 വരും. അപ്പോൾ 2 K0 - 5 എന്ന് പറയുന്നത് K0 ആണ്. അപ്പോൾ 6 K0 - K0 = 5 K0 എന്ന് കിട്ടും അല്ലേ. അതായത് 3hν, അതായത് ഇവിടെ നമുക്ക് hν = 2 K0 കിട്ടി. അതുകൊണ്ടാണ് അവിടെ നമ്മൾ 3 × 2 K0 - K0 = 5 K0 എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. ഇൻ ദ ഗിവൺ ഡയഗ്രാം substance A zinc and substance B manganese are placed at the ends of a long current carrying solenoid. Then അപ്പോൾ ഇവിടെ എ സിങ്ക് ആണ്. സിങ്ക് ആകുമ്പോഴത്തേക്ക് ഡയമാഗ്നറ്റിക് ആണ്, ബി പാരാമാഗ്നറ്റിക് ആണ്, കാരണം ബി മാംഗനീസാണ്. അപ്പോൾ അതുകൊണ്ട് എ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും, കാരണം റിപ്പൽ ചെയ്യപ്പെടും, ഫീൽഡിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. മറ്റേയാളാണെങ്കിൽ ഫീൽഡിനകത്തേക്ക് വരും. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 ആണ്. എ വിൽ മൂവ് away from the center C and B will move towards the center C. Next, question number 39. The group velocity of de Broglie wave packet associated with a particle moving with the velocity v is. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് de Broglie വേവ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, ഈക്വൽ ടു v. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ് ഗീവ്സ് ലോ ഔട്ട്പുട്ട് വെൻ അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് ലോ. അതായത് ഒരു ഇൻപുട്ട് ലോ ആയാൽ തന്നെ ഔട്ട്പുട്ട് ലോ തരുന്ന ആളാരാണെന്ന ചോദ്യം. സോ ആൻസർ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. The path difference between two interfering waves at a point on the screen is λ/8. The ratio of intensity at this point that at the central fringe would be. അപ്പോൾ സെൻട്രൽ ഫ്രിഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കറിയാം I മാക്സിമം ആണ്. അത് എത്ര ആയിരിക്കും, 4 ടൈംസ് I ആയിരിക്കും. ഓക്കെ, ഇനി റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻ്റ് ആൻഡ് ദാറ്റ് അറ്റ് ദ സെൻട്രൽ ഫ്രിഡ്ജ്. സെൻട്രൽ ഫ്രിഡ്ജിലെ ഇൻറ്റൻസിറ്റിയും പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ λ/8 പാത്ത് ഡിഫറൻസ് ഉള്ള പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി നമ്മൾ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഫ്രിഞ്ചിലെ മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് 4i വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ∆φ = 2π/λ × ∆x ആണ്. അപ്പോൾ 2π/λ × λ/8. λ കിട്ടിയത് പോയി. സോ π/4 എന്ന് കിട്ടും. അപ്പോൾ പാത്ത് ഡിഫറൻസ് π/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് I = അതായത് ആ പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി IP എന്നങ്ങനെ കൊടുക്കുക. IP = എന്തായിരിക്കും വരുന്നത്, I². അതായത് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. I = I1 + I2 + 2√I1 I2 cos φ ആണ്. അപ്പോൾ I + 2 × √I1 I2 I × I cos π/4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് 2i + 2i × 1/√2. ദാറ്റ് മീൻസ് 2 + √2 × I എന്ന് വരും. ദാറ്റ് മീൻസ് 3.414i. Therefore IP / I മാക്സിമം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ IP എന്ന് പറയുന്നത് 3.414i / I മാക്സിമം എന്ന് പറയുന്നത് 4i ആണ്. സോ ഐയും കട്ട് ചെയ്ത് പോവും. 0.835, അതായത് 0.8 സംതിങ് ആണ് വരിക. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, 0.853. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. The electric field part of an electromagnetic wave in vacuum is E = 3.1 cos 1.8 y plus 5.4 × 10⁸ radian per second × t. അപ്പോൾ അത് E = E0 cos ky plus omega t എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്.
ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന വേവ് ലെങ്ത് ഓഫ് ദിസ് പാർട്ട് എന്നാണ്. അപ്പോൾ വേവ് ലെങ്ത് k ഈസ് ഈക്വൽ ടു 2π/λ ആയതുകൊണ്ട് λ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ k ആയിരിക്കും. അപ്പോൾ 2π ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ നമുക്കറിയാം, കെയുടെ വാല്യൂ 1.8 ആണ്. ഓക്കെ, അപ്പോൾ 2π ഡിവൈഡഡ് ബൈ 1.8 വരും. സോ നമ്മൾക്കിത് സോൾവ് ചെയ്യുമ്പോൾ 3.5 മീറ്റർ വരും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 3.5 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. 2 coherent sources of intensity ratio 1:4 produce an interference pattern. The fringe visibility will be. അപ്പോൾ ഇവിടെ ഫ്രിഞ്ച് വിസിബിലിറ്റി കണ്ടുപിടിക്കണം. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറയുന്നത് I maximum മൈനസ് I minimum ഡിവൈഡഡ് ബൈ I maximum പ്ലസ് I minimum എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് I maximum, അതായത് ഇവിടെ ഇപ്പോൾ ഇൻറ്റൻസിറ്റികളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ I1/I2 ഈസ് ഈക്വൽ ടു 1/4 ആണ്. സോ I2 ഈസ് ഈക്വൽ ടു 4 ടൈംസ് I1 ആണ്. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു K ആണെങ്കിൽ I2ൻ്റെ വാല്യൂ 4 ടൈംസ് K ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ I maximum മൈനസ് I minimum എന്ന് പറയുമ്പോൾ 2 × √I1/I2 വരും. ഇത് വരുമ്പോഴത്തേക്ക് I1 പ്ലസ് I2 വരും. ഓക്കെ, I1 പ്ലസ് I2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ 2 × √I1/I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 × √K × 4K ഡിവൈഡഡ് ബൈ K പ്ലസ് 4K വരും. അപ്പോൾ ഇവിടെ നിന്ന് 4K ഡിവൈഡഡ് ബൈ 5K, ദാറ്റ് മീൻസ് 0.8 വരും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, 0.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. ഇൻ കേസ് എ PN ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇലക്ട്രോൺസും ഹോൾസും എങ്ങോട്ട് മൂവ് ചെയ്യും? ജംഗ്ഷൻ അടുത്തേക്ക് മൂവ് ചെയ്യും. ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. 2 plane mirrors A and B are parallel to each other and is spaced 26 cm apart. An object is placed between them at 9 cm from A. Out of the following, at which point an image is not formed in mirror A? അതായത് 2 പ്ലെയിൻ മിറേഴ്സ് എയും ബിയും 26 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ദൂരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 9 സെൻറ്റിമീറ്റർ ദൂരെ, എയിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഫോംഡ് ഇൻ മിറർ എ. അപ്പോൾ ആക്ച്വലി ആദ്യം എയിൽ മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് 9 സെൻറ്റിമീറ്റർ ദൂരെയാണ്. അതായത് ഇവിടെ ഇമേജ് കിട്ടും. പിന്നെ ഈ ബിയുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 17 ആണ്, കാരണം ടോട്ടൽ 26 ആണല്ലോ. അപ്പോൾ ബി ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കും 17 സെൻറ്റിമീറ്റർ അകത്തായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ 17 + 17 എത്ര വരുന്നുണ്ട്? 17 + 17 34 വരുന്നുണ്ട്. 34 + 9 43 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് 9 സെൻറ്റിമീറ്റർ ദൂരെയാണ്. ആദ്യം എയുടെ അടുത്ത് നിന്ന് ഒബ്ജക്റ്റ് 9 സെൻറ്റിമീറ്റർ ദൂരെയാണ്. അപ്പോൾ എ ആദ്യം ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ അകത്താണ്. അപ്പോൾ ഈ ബിക്ക് പിന്നെ ഈ ഇമേജ് ഒരു ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിക്ക് ഈ ഇമേജ് ഒരു ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ ബിയുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 26 + 9 35 ആണ്. അപ്പോൾ 35 ആയതുകൊണ്ട് ഈ 35 ഡിസ്റ്റൻസ് ദൂരെയുള്ള ഒരു ഇമേജ് ഇയാൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 35 + 26 61. അപ്പോൾ 61 സെൻറ്റിമീറ്റർ ദൂരെ അടുത്ത ഇമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ 43 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാവും, പിന്നെ 61 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ 43 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാവും, പിന്നെ 61 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഇനി 61 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഇയാൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 61 സെൻറ്റിമീറ്റർ ദൂരെ ഇയാളുടെ അടുത്ത് 61 + 26 61 + 26 എന്ന് പറയുമ്പോഴത്തേക്ക് 88 സെൻറ്റിമീറ്റർ ദൂരെ ഇതുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ 69നേക്കാളും കൂടിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് 95 സെൻറ്റിമീറ്റർ കിട്ടും. ശരിയാണ്, കാരണം നമ്മളിത് ഓരോ ഇമേജും ഇതുപോലെ
ചെയ്ത് നോക്കണം. അതായത് 9 സെൻറ്റിമീറ്റർ ദൂരെയാണ് ആദ്യം ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാളൊരു ഇമേജ് 9 സെൻറ്റിമീറ്റർ ദൂരെ തന്നെ ഫോം ചെയ്യും, ആരാ എ. പിന്നെ ഇതിപ്പോൾ 9 സെൻറ്റിമീറ്റർ ദൂരെ ആയതുകൊണ്ട് ഇതിന് 17 സെൻറ്റിമീറ്റർ ദൂരെ ആയിരുന്നു ഒബ്ജക്റ്റ്. അപ്പോൾ അതിനകത്തൊരു 17 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 17 സെൻറ്റിമീറ്റർ ദൂരെ ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇമേജ് ഇയാളുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ 17 + 17 34, 34 + 9 43. അപ്പോൾ 43 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഇയാൾ 43 സെൻറ്റിമീറ്റർ ദൂരെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇമേജ് 43 സെൻറ്റിമീറ്റർ ദൂരെ ഉണ്ടാകുന്നത്. ഇനി ഈ 43 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ഇമേജ് ആരുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ബിയുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 43 + 29 43 + 26 എത്ര വരും? 69 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ 69 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ആരാണ് ഫോം ചെയ്യുന്നത്? ബി ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബി 69 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാക്കും. ആ 69 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ഇമേജ് ഇയാളുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പോസിബിൾ അല്ലാത്തുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്, 69 സെൻറ്റിമീറ്റർ. അവിടെ എന്തായാലും എ എന്ത് ഫോം ചെയ്യത്തില്ല? ഇമേജ് ഫോം ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. When a 2 microcoulomb charge is carried from A to B, the amount of work done by the electric field is 50 microjoule. What is the potential difference and which point is at higher potential? അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB = ചാർജ് ഇൻറ്റു, അതായത് ഇക്വേഷൻ ഇങ്ങനെയാണല്ലോ എഴുതേണ്ടത്. വർക്ക് ഡൺ = ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB. വർക്ക് ഡൺ = 50 മൈക്രോജൂൾ, 50 × 10⁻⁻6. ചാർജ് 2 മൈക്രോകൂളംബ്, 2 × 10⁻⁻6. VA - VB. ഓക്കെ, അപ്പോൾ ഇത് കട്ടായി പോവും. VA - VB = 25 വോൾട്ട്. സോ പൊട്ടൻഷ്യൽ VA - VB 25 വോൾട്ട് പോസിറ്റീവായി കിട്ടിയേക്കുന്നത്. സോ VA ഗ്രേറ്റർ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ ആണ് ഹയർ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. എ കോയിൽ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 31 ohm has a resistance of 8 ohm. It is placed in series with a condenser of capacitive reactance 25 ohm. The combination is connected to source of 110 volt. The power factor of the circuit. അപ്പോൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ cos phi = എന്താണ്? R/Z ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 8 ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് R = 8 ohm ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എ കോയിൽ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 31 ohm ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 8 ohm എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ √R² + XL - XC the whole square. That means √R², 8² + XL - XC 31 - 25 the whole square. So ഇമ്പിഡൻസ് 10 ohm കിട്ടും. അപ്പോൾ cos phi = 5, അതായത് 8 / 10 which is equal to 0.8. So answer option 3 ആണ്, 0.8. Next, in the circuit shown, if conducting wire is connected between points A and B, the current in the circuit, current in the wire is wire will flow from A to B, flow in the direction which will be decided by the value of V. B0 flow from B to A. അപ്പോൾ ഇത് ഒരു ബാലൻസ്ഡ് റെസിസ്റ്റൻസ് പിടിച്ചൊന്നുമല്ല. കാരണം ഇവിടെ 4 ohm റെസിസ്റ്റൻസ്, ഇവിടെ 4 ohm, ഇവിടെ 1 ohm, ഇവിടെ 3 ohm അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് VA - VB കണ്ടുപിടിക്കാം. സോ VA - VB കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ V ആണല്ലോ. അപ്പോൾ നമുക്ക് V - V/8 × 4 മൈനസ് V - V/4 × 1 ohm അല്ലേ? ഇങ്ങനെയാണ് കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ
ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം വി മൈനസ് വി ബൈ 8/4 എന്ന് പറയുമ്പോഴത്തേക്ക് വി ബൈ 2 വരും, മൈനസ് ഇവിടെ ആണെങ്കിൽ മൈനസ് വി ബൈ 4, അപ്പോൾ 3v ഡിവൈഡഡ് ബൈ 4 കിട്ടും. ദാറ്റ് മീൻസ് ഒരു മൈനസ് വി ബൈ 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വി ബി ഗ്രേറ്റർ ദാൻ വി എ, അതുകൊണ്ട് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും, ബിയിൽ നിന്ന് എയിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. A uniform but time varying magnetic field exists in cylindrical region and directed into the paper. If the field increases with time and positive charge is placed at any point inside the region, then it moves. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസാണ് തന്നേക്കുന്നത്, ഇത് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസാണ് തന്നിരിക്കുന്നത്. ആക്ച്വലി ഇതങ്ങനെ നമ്മളോട് ചോദിക്കാറില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ട് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് മൈനസ് πr² ഇൻറ്റു ഡി ബി ബൈ ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഇ ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് πr² ഇൻറ്റു ഡി ബി ബൈ ഡി ടി വരും. കാരണം ഡി ബി ബൈ ഡി ടി നെഗറ്റീവാണ്, അതുകൊണ്ട് ഇ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെ ഒരു ചാർജ്, പോസിറ്റീവ് ചാർജ് വെക്കുന്നു എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് 3 അലോങ് ആയിട്ട് മൂവ് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ 3, അലോങ് 3. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.